നമ്മൾ കട്ട് ചെയ്ത് വെച്ച ക്ലോത്താണിത്. അതിൻ്റെ ഈ ഷോൾഡർ കട്ടിങ് അന്ന് കൊടുക്കാനായിട്ട് നമ്മൾ മറന്നുപോയി. അപ്പോൾ ഒരു ഹാഫ് ഇഞ്ച് നമ്മളിതിൻ്റെ ഷോൾഡർ കട്ടിങ്ങും കൂടെ കൊടുക്കണം. ഹാഫ് ഇഞ്ച് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കണ്ടു. നെക്കിൻ്റെ ഇവിടുന്ന് ഈ ഒരു ഷേപ്പ് കൂടി നമ്മൾ കൊടുക്കണം. ഇനി നമുക്ക് ബാക്ക് പീസിൻ്റെതാണ് നമ്മളിപ്പോൾ ആദ്യം ചെയ്തത്. അപ്പം ബാക്ക് പീസ് നമുക്ക് ഈ ക്ലോത്തിലേക്ക് ബാക്ക് നെക്ക് വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ഇത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യണമെന്ന് കാണിച്ചു തരാം. നമ്മുടെ ഈ ക്ലോത്തിൻ്റെ നല്ല വശം, ആ നല്ല വശത്തേക്ക് നെക്കിൻ്റെ നല്ല വശം വയ്ക്കുക. അതായത് നല്ല വശം രണ്ടും, ക്ലോത്തിൻ്റെ നല്ല വശവും നെക്ക് ക്ലോത്തിൻ്റെ നല്ല വശവും ഫേസ് ടു ഫേസ് ആയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. കണ്ടോ? അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ, അപ്പോൾ ഈ നെക്കിൽ വയ്ക്കുന്ന ഈ ക്ലോത്തിൻ്റെയും നമ്മുടെ മെയിൻ പീസിൻ്റെയും സെൻറ്ററിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടോ? ഈ സെൻറ്റർ രണ്ടും ഒരുപോലെ വെച്ചിട്ട്, ഇനി നമുക്ക് തയ്ക്കാൻ വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ ഇതുപോലത്തെ പിന്നുണ്ടല്ലോ, ഇത് വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ പിൻ ചെയ്ത് ഇതൊന്നും ഇവിടെ ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഇനി നീങ്ങിപ്പോകത്തില്ല. ഇനി നമുക്ക് നമ്മൾ നെക്ക് വരച്ചിരിക്കുന്ന ഈ ഒരു മാർക്കിൽ കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മളിതിലൊരു ഡബിൾ സ്റ്റിച്ച് ചെയ്ത് ഈ ക്ലോത്ത് ഇതിൽ ഫിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഇതിൻ്റെ കുറച്ചൊരു 1/4 ഇഞ്ച് വിട്ടിട്ട് സൈഡിൽ കൂടി ഇതൊന്ന് കട്ട് ചെയ്ത് ഈ 2 പീസും കട്ട് ചെയ്ത് മാറ്റണം. ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മളിപ്പം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് തിരിച്ച് മടക്കി തയ്ക്കുമ്പം വൃത്തിയായിട്ട് വരാൻ വേണ്ടി ഇതിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരേ കട്ടിങ്ങനെ, ഈ നൂല് മുറിയാതെ ഇടയ്ക്കിടയ്ക്ക് ഒരേ കട്ടിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് തിരിച്ച് തയ്ച്ചെടുക്കാം. കണ്ടോ? ആദ്യമായിട്ടൊക്കെ തയ്ക്കുന്നവരാണെങ്കിൽ ഇങ്ങനെയൊന്ന് വെച്ചിട്ട് അയൺ ചെയ്ത് കൃത്യമായിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് അയൺ ചെയ്ത് എടുത്തിട്ട് തയ്ച്ച് കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് കിട്ടും. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ട് നെക്കും ഒന്ന് തയ്ച്ചെടുക്കാം. ബാക്ക് പീസ് ചെയ്തതുപോലെ ഫ്രണ്ട് പീസിൻ്റെ ഈ സൈഡൊന്ന് അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ നെക്ക് നമ്മുടെ ഈ ക്ലോത്തിലേക്ക് ഫിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ നമ്മൾ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്ക് ചെയ്തതുപോലെ തന്നെ തുണി അറ്റാച്ച് ചെയ്തിട്ട് കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ ഷോൾഡർ തമ്മിൽ യോജിപ്പിക്കണം. ഫ്രണ്ട് നെക്കിൻ്റെയും ഫ്രണ്ട് പീസും ബാക്ക് പീസും തമ്മിൽ
ഷോൾഡർ യോജിപ്പിക്കേണ്ടതാണ് അടുത്ത സ്റ്റിച്ച്. അപ്പോൾ ഇത് നമുക്ക് നെക്കിൻ്റെ മേലെ ഒരു സ്റ്റിച്ച് കൂടെ ചെയ്യും. അത് നമ്മൾ ഷോൾഡർ യോജിപ്പിച്ചതിന് ശേഷം ചെയ്തെടുക്കാം. ഷോൾഡർ എങ്ങനെയാണ് യോജിപ്പിക്കുന്നത് കാണിച്ചു തരാം. അതും നമ്മൾ നേരത്തെ നെക്ക് സ്റ്റിച്ച് ചെയ്തപ്പോൾ വെച്ചതുപോലെ തന്നെ ഇതാ ഇങ്ങനെ വയ്ക്കുക. നേരെ റെഡിയാക്കി രണ്ട് സൈഡും റെഡിയാക്കി വയ്ക്കുക. കറക്റ്റ് നമ്മളിവിടെ ഒന്ന് കൈ കൊണ്ടൊന്നിങ്ങനെ അമർത്തി കൊടുക്കണം. ഇങ്ങനെ വെച്ചിട്ട് അയൺ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇത് നമ്മുടെ ഫ്രണ്ട് പീസാണ്. ഇനി അതിൻ്റെ പുറമെ നമ്മുടെ ബാക്ക് പീസ് വയ്ക്കണം. ആ ഫ്രണ്ട് പീസിൻ്റെ പുറമേലേക്ക് ഇതുപോലെ തന്നെ നേരത്തെ നമ്മൾ വെച്ച പോലെ തന്നെ നല്ല വശം ഫേസ് ടു ഫേസ് ആയിട്ട് നെക്ക് ആദ്യത്തെ നെക്കിനെ അടിയിലേക്ക് ഇതുപോലെ മടക്കി വെച്ചു. ഫ്രണ്ട് പീസിൻ്റെ നേരെ ഇങ്ങനെയാക്കി വെച്ചു. അതിന് ശേഷം അതുപോലെ തന്നെ നമ്മുടെ ബാക്ക് പീസിൻ്റെ നെക്കുണ്ടല്ലോ അത് മുമ്പോട്ട് മടക്കി വെച്ചു. ഇങ്ങനെ വയ്ക്കുക. മനസ്സിലായോ? രണ്ട് ക്ലോത്തും നല്ല വശം ഫേസ് ടു ഫേസ് ആയിരിക്കണം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ക്ലിയർ ചെയ്ത് തരാം. ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ പിൻ ചെയ്യുക. അപ്പോൾ ഇത് ഒട്ടും അങ്ങോട്ട് അപ്പം നമ്മൾ ഈ രണ്ട് പീസും കൂടെ ഇങ്ങനെ വെച്ചു, ഫേസ് ടു ഫേസ് വെച്ചു കൊടുത്തു. ആദ്യത്തെ പീസിൻ്റെ ഫ്രണ്ട് പീസിൻ്റെ നെക്ക് എൻ്റെ ഈ വെച്ച ക്ലോത്ത് താഴെ വശത്തേക്കും അടുത്തത് ഇങ്ങനെയും വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു പീസുണ്ടല്ലോ ഇതുണ്ടല്ലോ ഈ നെക്ക് നമ്മൾ വെച്ച് പിടിപ്പിച്ചത് ഈ സ്റ്റിച്ച് രണ്ടും, അതായത് നമ്മുടെ ഈ നെക്കിന് വേണ്ടി നമ്മൾ വെച്ച് പിടിപ്പിച്ച ക്ലോത്തും രണ്ടും ആ ഒരു സ്റ്റിച്ച് വരുന്ന ആ ഒരു സ്ഥലമുണ്ടല്ലോ അത് ഇതുപോലെ ക്ലിയറായിട്ട് കാണുന്നുണ്ടോ? ഇതുപോലെ ഒപ്പം വെച്ചിട്ട് ഈ പീസിനെ ഇങ്ങനെ മടക്കി കൊടുക്കുക. എന്നിട്ട് നമ്മളിവിടെ അതൊരു പിൻ ചെയ്ത് ഫിക്സ് ചെയ്ത് വയ്ക്കുക, അല്ലെങ്കിൽ അത് നീങ്ങിപ്പോവും. അതുപോലെ തന്നെ ഈ വശം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഒന്നുകൂടെ കാണിച്ചു തരാം. രണ്ട് ക്ലോത്തും ഒരുപോലെ നെക്ക് എങ്ങനെയാണോ നമ്മൾ മടക്കി തയ്ക്കുന്നത് അതേ രീതിയിൽ വയ്ക്കുക. ഇങ്ങനെ വയ്ക്കുക. കണ്ടോ? അത് വയ്ക്കുമ്പം ഈ സ്റ്റിച്ച് രണ്ടും ഒരുപോലെ നിൽക്കണം. ഇതാ ഇങ്ങനെ കണ്ടോ? കണ്ടോ? ഇതാ. എന്നിട്ട് മേളിലേക്ക് രണ്ട് തുമ്പും കൂടെ മേളിലേക്ക് മടക്കുക. എന്നിട്ട് നമ്മൾ ഒരു പിൻ ചെയ്ത് കൊടുക്കുക. ഇത് നീങ്ങിപ്പോകാതിരിക്കാൻ. കണ്ടോ? ഇങ്ങനെയാണ് നമ്മൾ ഷോൾഡർ തമ്മിൽ യോജിപ്പിക്കുന്നത്. ഇനി നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് നമ്മുടെ ഷോൾഡർ യോജിപ്പിച്ച് കൊടുക്കും. അപ്പോൾ അതാ നമ്മൾ നമ്മുടെ ഷോൾഡർ തമ്മിൽ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പിൻ ചെയ്തത് ഊരി മാറ്റാം. കാണിച്ചു തരാം ഞാൻ. ഇതാ നമ്മുടെ നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് ഇതൊന്ന് പതിച്ചടിച്ചു കൊടുക്കണം. നമ്മുടെ ഈ നെക്കിൻ്റെ സ്റ്റിച്ചൊക്കെ ഒന്ന് നന്നായിട്ടിരിക്കാൻ വേണ്ടി. ഇതിപ്പം നമ്മൾ ക്യാൻവാസ് വെച്ചിട്ടില്ല, അതുകൊണ്ട് അത്രയ്ക്കൊരു സ്റ്റിഫ്നെസ് ഇല്ല. അപ്പം നെക്സ്റ്റ് വീഡിയോ ഞാൻ ക്യാൻവാസ് വെച്ച് തയ്ച്ച് കാണിച്ചു തരാം. ആദ്യം ചെയ്യുമ്പോൾ ക്യാൻവാസ് വെച്ച് തയ്ക്കാനൊരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തോന്നും. അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ക്യാൻവാസ് ഇല്ലാണ്ട് ചെയ്യുന്ന രീതി കാണിച്ചത്. കണ്ടോ? ഇനി നമുക്ക് ഇവിടെ ഈ അരികിൽ കൂടെ ഒന്ന്
പതിച്ചടിച്ചു കൊടുക്കണം. ആ നെക്കൊന്ന് നീറ്റായിട്ട് ഇരിക്കാൻ വേണ്ടി. അതിന് ശേഷം നമുക്ക് ഇവിടെ ഹെമ്മിങ് ചെയ്ത് കൊടുക്കാം. അപ്പം നിങ്ങളിതൊന്ന് നന്നായിട്ട് ഇങ്ങനെ വെച്ച് നല്ല വൃത്തിയായിട്ട് തുമ്പൊന്നും ഇങ്ങോട്ട് കാണാത്ത വിധത്തിൽ അയൺ ചെയ്ത് കൊടുത്തിട്ട് വേണം ആദ്യം തയ്ക്കുന്നവരൊക്കെ തയ്ക്കാനായിട്ട്. അപ്പം നല്ല നീറ്റായിട്ട് നെക്കിൻ്റെ ഷേപ്പ് നിങ്ങൾക്ക് കിട്ടും. ഇത് കണ്ടോ? അപ്പോൾ ഇതൊന്ന് നമുക്ക് തയ്ച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അതാ ഞാനിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ നെക്ക് നല്ല വൃത്തിയായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ സ്ലീവ് അറ്റാച്ച് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ നമുക്ക് ഈ സ്ലീവിൻ്റെ വക്കൊന്ന് അടിച്ചെടുക്കാം. നമ്മൾ നീളമൊക്കെ നമുക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ആ മെഷർമെൻറ്റ് കുർത്തി നോക്കിയിട്ട് ലെങ്ത് എല്ലാം പാകത്തിനെടുത്ത് കട്ട് ചെയ്തിട്ട്, ഇതിപ്പോൾ ഞാൻ ചെറിയ സ്ലീവാണ് എടുത്തത്. നിങ്ങൾക്ക് 3/4 സ്ലീവ് തയ്ക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു 3/4 കുർത്തിയുടെ സ്ലീവ് എടുത്തിട്ട് അതിൻ്റെ ലെങ്ത്ത് അത് വെച്ച് വെട്ടിയെടുത്താൽ മതി, അളന്ന് നോക്കണമെന്നില്ല. അപ്പോൾ ഇത് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു സ്റ്റിച്ച് നമ്മളിവിടെ കൊടുത്ത് അതിന് ശേഷം ഈ അരിയിൽ കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ 2 സ്ലീവിൻ്റെയും അരികെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് നമ്മുടെ ബോഡി പാർട്ടിലേക്ക് അറ്റാച്ച് ചെയ്തെടുക്കാം. സ്ലീവ് അറ്റാച്ച് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ സ്ലീവിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഒരു ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. ഇതാ ഇവിടെ കുറച്ച് കയറ്റി കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ആ പീസ് ഫ്രണ്ടിൽ തന്നെ വരുന്നത് പോലെ ആ ഭാഗം ഫ്രണ്ട് പീസിൽ തന്നെ വരണം. അപ്പോൾ നമ്മളിങ്ങനെ വെച്ച് നോക്കണം. ഇങ്ങനെ നോക്കുമ്പോൾ കണ്ടോ, ഇത് ബാക്ക് സൈഡ് കട്ട് ചെയ്യാത്ത ഭാഗം. ഇതാണ് നമ്മുടെ ഫ്രണ്ട് നെക്ക്. ഫ്രണ്ട് നെക്ക് നോക്കിയാൽ മതി. ഫ്രണ്ട് വശം കൂടുതൽ ഡീപ്പായിട്ട് നമ്മൾ തയ്ച്ചേക്കുന്നത് ഏത് ഭാഗമാണെന്ന് നോക്കണം. അത് മാറിപ്പോകരുതൊരിക്കലും. ഫ്രണ്ടും ബാക്കും നിങ്ങൾക്ക് മാറിപ്പോകാതിരിക്കാൻ വേണമെങ്കിൽ നമുക്കൊന്ന് ഇങ്ങനെ ചോക്ക് കൊണ്ടൊന്ന് മാർക്ക് ചെയ്തിടാം. ഇത് ഫ്രണ്ട്, ഇത് ബാക്ക്. അപ്പോൾ ഫ്രണ്ടിൽ മാത്രം ഒന്ന് മാർക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ അത് മനസ്സിലാകും. അപ്പോൾ അത് നമ്മൾ ഇങ്ങനെ ഇട്ടിട്ട് നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ലീവ് എടുത്തിട്ട് നോക്കണം അതിൽ ഏത് സ്ലീവാണോ നമ്മൾ ഇങ്ങനെ തിരിച്ചാണല്ലോ നമ്മളിതിൽ വെച്ചുപിടിപ്പിക്കുന്നത്. എപ്പോഴും നമ്മൾ അറ്റാച്ച് ചെയ്യുമ്പോൾ നല്ല വശവും കൂടെ ചേർന്നിരിക്കണം. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ സ്ലീവ് നമ്മൾ അറ്റാച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പം ശ്രദ്ധിക്കണം, ഈ സ്ലീവ് ആണെങ്കിൽ കണ്ടോ കറക്റ്റായിട്ട് ആ ഷേപ്പ് ചെയ്തേക്കുന്നത് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി മറ്റേ സ്ലീവ് ഒന്ന് വെച്ച് ഞാൻ കാണിച്ചു തരാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഇതാണെങ്കിൽ നമ്മൾ ഇങ്ങനെ വെച്ച് നോക്കുമ്പം ഇത് കണ്ടോ, ഇതിൻ്റെ നേരെ സ്ട്രെയിറ്റ് കട്ടാണ്. ഇതിൻ്റെ മറ്റേ വശമാണ് നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇതപ്പം അപ്പുറത്തെ വശത്തെ സ്ലീവാണ്. മനസ്സിലായല്ലോ? അപ്പം ആ ഷേപ്പ് ചെയ്തിരിക്കുന്ന ഭാഗം നമ്മുടെ ഈ ഫ്രണ്ട് ഭാഗത്ത് വരണം. ഫ്രണ്ട് വശമാണ് നമ്മൾ കൈ കുറച്ച് ഷേപ്പ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മളൊരു മാർക്ക് ഇട്ടിട്ടുണ്ടല്ലോ സെൻറ്ററിൽ, അത് ഈ സ്റ്റിച്ച് ഉണ്ടല്ലോ നമ്മുടെ ഷോൾഡർ സ്റ്റിച്ച്, അതിൽ വെച്ചിട്ട് അവിടെ നിന്നാണ് നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇവിടെ നമ്മുടെ ഈ തയ്യൽ തുമ്പുണ്ടല്ലോ നേരെയാണോ എന്ന് നോക്കണം. ഇങ്ങനെ ഇങ്ങോട്ട് കിടക്കരുത്, അതിന് നേരെ ഇങ്ങോട്ട് വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഈ ഭാഗം നമ്മുടെ കട്ട് ചെയ്ത് സെൻറ്റർ ഇവിടെ വയ്ക്കുക. എന്നിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്.
നമുക്ക് 2 സ്ലീവിൻ്റെ ഈ ഭാഗത്തുനിന്ന് പിൻ ചെയ്ത് വയ്ക്കാം. ഇവിടേക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു പിൻ ചെയ്ത് വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ അധികം എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തയ്ക്കുമ്പം ആ പീസ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നീങ്ങിപ്പോകാനായിട്ട് ചാൻസ് ഉണ്ട്. നമ്മൾ കട്ട് ചെയ്തപ്പം ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിരുന്നല്ലോ, ആ മാർക്ക് നമുക്കൊന്നുകൂടെ ഒന്ന് തെളിച്ചെടുക്കണം. നമ്മൾ നെക്ക് ചെയ്തപ്പം ഇതുപോലെ ഒരു പീസയിൽ മാർക്കുള്ളത് നമ്മൾ മറിച്ചിട്ടിട്ട് എടുത്തില്ലേ, അപ്പം അപ്പുറത്തെ സൈഡിൽ കൂടെ ഈ മാർക്ക് വരുമല്ലോ, അങ്ങനെ ഇതുകൂടെ ഒന്ന് ആക്കിയെടുക്കണം. പിന്നെ ഇവിടെ നമ്മൾ സ്ലീവിൻ്റെ വണ്ണം ചെറിയ സ്ലീവാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ മെഷർമെൻറ്റ് കുർത്തിയുള്ളതെന്ന് വെച്ചാൽ അതിൻ്റെ ഈ എൻഡിൽ നേരത്തെ നമ്മൾ വെച്ച് മാർക്ക് ചെയ്ത് കാണിച്ചില്ലേ കട്ട് ചെയ്യുന്നതിന് മുമ്പ്, അതുപോലെ ഇവിടുത്തെ സ്ലീവിൻ്റെ വണ്ണം ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം. അപ്പം ഞാൻ എൻ്റെ അളവ് അവിടെ മാർക്ക് ചെയ്യണം. എന്നിട്ട് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വയ്ക്കുക. ഇതുപോലെ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് തട്ടി കൊടുക്കാം. അപ്പോൾ ആ ചോക്കിൻ്റെ കളറ് താഴത്തെ പീസയിലേക്ക് കൂടെ വരണം. ഉണ്ടോ? വന്നിട്ടുണ്ട്. രണ്ടും നമ്മുടെ സ്ലിറ്റിൻ്റെ ഓപ്പണിങ് എവിടെയാണോ വരണേ അത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് നിർത്താനായിട്ട്. അല്ലെങ്കിൽ ഒരു ഭാഗം സ്ലിറ്റ് കയറിയും ഒരു ഭാഗം സ്ലിറ്റ് ഇറങ്ങി ആയിപ്പോവും. അപ്പോൾ ഇതുപോലെ വരച്ച് കഴിഞ്ഞ് നിങ്ങൾ ഒന്നുകൂടെ മെഷർമെൻറ്റ് കുർത്തി വെച്ച് നോക്കുക. കണ്ടോ? എന്നിട്ട് ഇങ്ങനെ രണ്ടും ഒപ്പം പിടിച്ചിട്ട് ആ സ്റ്റിച്ച് നിർത്തേണ്ട ഭാഗത്ത് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. കണ്ടോ? ഇനി നമുക്ക് ഈ സ്റ്റിച്ചൊന്ന് ചെയ്തെടുക്കാം. അപ്പം നമ്മളിനി സ്ലിറ്റാണ് തയ്ക്കാൻ പോണത്. സ്ലിറ്റ് തയ്ക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ തയ്ച്ച കുർത്തിയുടെ മേലെ നമ്മുടെ ആ മെഷർമെൻറ്റ് കുർത്തി ഒന്ന് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് നോക്കണം. അപ്പോൾ എന്താ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ മാർക്ക് ചെയ്തേക്കണം എല്ലാം കറക്റ്റാണ്. സ്ലിറ്റ് ഓപ്പണിങ് എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ആ കൈക്കുഴി ഉണ്ടല്ലോ അവിടെ ചേർത്ത് വയ്ക്കുക. നോക്കുക, ഇതാണ് നമ്മുടെ സ്ലിറ്റ് ഓപ്പണിങ്. നമ്മുടെ കുർത്തിയുടേത് നമ്മൾ തയ്ച്ച് വെച്ചേക്കുന്നത് കറക്റ്റാണ്. ഇനി ഒന്നും നമുക്ക് കട്ട് ചെയ്ത് മാറ്റാനോ ഒന്നുമില്ല. ഇതാ ഈ ഒരു കാണുന്ന എക്സ്ട്രാ തുണിയാണ് ഇങ്ങോട്ട് കാണിച്ചു തരാം. ഈ ഒരു തുണിയാണ് നമുക്ക് സ്ലിറ്റായിട്ട് നമ്മൾ മടക്കി തയ്ക്കാൻ പോകുന്നത്. കണ്ടോ? അത് ചെയ്തു വരുമ്പം ഇതുപോലെ കണ്ടോ ഇത്രയും വരുമ്പോൾ കറക്റ്റ് നമ്മുടെ മെഷർമെൻറ്റ് കുർത്തി പോലെ തന്നെ ഉണ്ടാവും. അപ്പം ഇനി നമുക്ക് ഈ സ്ലിറ്റൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. സ്ലിറ്റ് അടിക്കുമ്പോൾ വേണമെങ്കിൽ ആദ്യമായിട്ട് ചെയ്യുന്നവർ ഇങ്ങനെ എടുത്തിട്ട് ഇതുപോലെ മടക്കിയിട്ട് ഒന്ന് അയൺ ചെയ്യാം. ഇങ്ങനെ വെച്ചിട്ട് കണ്ടോ? ഇങ്ങനെ വെച്ച് ഒന്ന് അയൺ ചെയ്തിട്ട് തയ്ച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം ഒന്ന് പിൻ ചെയ്യാം. ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഇങ്ങനെ വെച്ച് പിൻ ചെയ്ത് കൊടുക്കാം. സ്ലിറ്റ് തയ്ക്കുമ്പോൾ ആദ്യം തയ്ക്കുമ്പോൾ ചെറുതായിട്ട് ചുളിവ് വരാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അതില്ലാണ്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ ഒരു 3 പിൻ ചെയ്താൽ മതി. 1 2 ഇനി ഈ ലാസ്റ്റിൽ കൂടെ ഒരു പിൻ ചെയ്യും. എന്നിട്ട് ഈ പിൻ ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങളൊന്ന് അയൺ ചെയ്തെടുത്താൽ മതി. അപ്പം നിങ്ങൾക്ക് ഈസി ആയിട്ട് തയ്ച്ചെടുക്കാം. കണ്ടോ? ഇതാണ് നമ്മുടെ സ്ലിറ്റ്. കണ്ടോ? ഇതുപോലെ പിൻ ചെയ്ത് വെച്ചതിന് ശേഷം അയൺ ചെയ്തിട്ട് തയ്ച്ചെടുത്താൽ മതി. അപ്പം ഞാനിത് പിൻ ചെയ്യുന്നില്ല, ഞാൻ ഊരി മാറ്റുകയാണ്. നിങ്ങളെ കാണിക്കാൻ വേണ്ടി കുത്തിയതാണ്.
അപ്പോൾ ഇത് ഞാനൊന്ന് തയ്ച്ചെടുത്തിട്ട് വരാം. അപ്പം നമ്മൾ തയ്ക്കുന്നത് ഇവിടെ നിന്നാണ്, അടിവശത്തു നിന്നാണ് ആദ്യം ഇങ്ങനെ എടുത്തിട്ട് ഫോൾഡ് ചെയ്തിട്ട് തയ്ക്കും. അപ്പം നമ്മൾ സ്ലിറ്റ് താഴേന്ന് തയ്ച്ച് ഇവിടെ വരെ എത്തുമ്പോൾ എങ്ങനെയാണെന്ന് കണ്ടോണം. വരുമ്പോൾ കുറച്ചൊന്ന് സ്പീഡ് കുറച്ചിട്ട് നമ്മുടെ ആ ഓപ്പണിങ്ങിൻ്റെ അവിടെ വരുമ്പോൾ ഒന്ന് ഇങ്ങനെ സൂചി അവിടെ കുത്തിയിട്ട് കണ്ടോ, ഇങ്ങനെ വെച്ചിട്ട് ആ ഒരു സെൻറ്ററിൽ നമ്മുടെ സെൻറ്റർ സ്റ്റിച്ചിൻ്റെ അവിടെ കൊണ്ടുവന്ന് വീണ്ടും കുത്തി നിർത്തിയതിന് ശേഷം ഫുഡ് പ്രഷർ ഒന്ന് പൊക്കി വെച്ചിട്ട് പിന്നെ ഇപ്പുറത്തെ വശമാണ് നമ്മൾ തയ്ക്കാൻ പോകുന്നത്. അപ്പം അത് ഇങ്ങനെ മടക്കിയെടുക്കുക. അപ്പുറത്തെ സൈഡിൽ ചെയ്ത അതേ രീതിയിൽ മടക്കിയിട്ട് ഇങ്ങോട്ട് തയ്ക്കുക. എന്നിട്ട് ഈ അരികിൽ സൂചി കുത്തി നിർത്തിയിട്ട് തിരിച്ച് വീണ്ടും ലെങ്ത് വൈസിൽ തയ്ക്കുക. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിൻ്റെ ഒരു തയ്യൽ കഴിഞ്ഞിട്ടുണ്ട്. നോക്ക്, കണ്ടോ? ഇനി നമുക്ക് ഈ അരികിൽ കൂടെ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതുകൂടെ കാണിച്ചു തരാം. തയ്ക്കുമ്പോൾ നമ്മൾ മാക്സിമം ഈ അരികിൽ കൂടെ തന്നെ തയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പതുക്കെ തയ്ച്ചാൽ മതി, ഒത്തിരി സ്പീഡിൽ ചവിട്ടണ്ട. പതുക്കെ തയ്ച്ചെടുക്കാം. ഇനി ഇവിടെ വരുമ്പോഴേക്കും ഒന്നുകൂടെ ശ്രദ്ധിച്ചോളൂ. ഇവിടുന്ന് ഇവിടെ വരെ തയ്ച്ചിട്ട് അവിടെ സൂചി ഒന്ന് കുത്തി നിർത്തിയിട്ട് ഫുഡ് പ്രഷർ പൊക്കി വേണം താഴേക്ക് കൊണ്ടുപോകാൻ. പതുക്കെ ഞാൻ കാണിച്ചത് ഇവിടെ ഇങ്ങനെ നിർത്തി ശേഷം പിന്നെ നമുക്ക് താഴേക്ക് കൊണ്ടുവരണം. കണ്ടു? അങ്ങനെ നമ്മുടെ സ്ലിറ്റിൻ്റെ കുർത്തിയുടെ ഒരു വശത്തെ സ്ലിറ്റ് നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതാ കണ്ടോ, ഒരു ചുളുക്കൊന്നുമില്ലാതെ നല്ല വൃത്തിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ആദ്യം ചെയ്യുന്നവർ പിൻ ചെയ്ത് വെച്ച് ഒന്ന് അയൺ ചെയ്തതിന് ശേഷം തയ്ച്ചെടുക്കുകയാണെങ്കിൽ ഒട്ടും ചുളിവൊന്നും ഇല്ലാണ്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മറ്റേ സൈഡ് കൂടെ ഒന്ന് തയ്ച്ചെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ സ്ലിറ്റൊക്കെ നല്ല നീറ്റായിട്ട് തയ്ച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിൽ എക്സ്ട്രാ നമ്മൾ തയ്ച്ച് കഴിഞ്ഞ് തയ്യൽ തുമ്പുണ്ടല്ലോ, കുറച്ച് കൂടുതലുണ്ട്. അത് നല്ലപോലെ ഒന്ന് കുറച്ച് നിർത്തിയിട്ട് ബാക്കിയൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. എങ്കിലേ നമ്മുടെ സ്റ്റിച്ചൊക്കെ നല്ല നീറ്റായിട്ട് ഇരിക്കത്തുള്ളൂ. ഇതാണ് നമ്മുടെ സ്റ്റിച്ച് പോകുന്ന ഒരു ഭാഗം. നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം കുറച്ച്. ഇതാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കൊന്ന് ക്ലിയറായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ. അപ്പോൾ ഒരു കുറച്ചൊന്ന് നമുക്ക് കോട്ടൺ അല്ലേ, ഇനി ചുരുങ്ങിയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കൊന്ന് അഴിച്ചിടണമെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു 1-2 സ്റ്റിച്ച് നമുക്ക് കൊടുക്കാം. ഇങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുക്കാം, പിന്നെ ഇങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുക്കാം. ഇതിലും നമുക്ക് കുറച്ച് കൂടുതലുണ്ട്. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം.
ഇനി നമുക്ക് ഇതിൻ്റെ അടിവശം മാത്രം ഒന്ന് ഫോൾഡ് ചെയ്ത് തയ്ച്ചെടുത്താൽ മതി. നമ്മുടെ കുർത്തി റെഡി ആയിട്ടുണ്ട്. ഓക്കെ, കഴുത്ത് നമുക്കൊന്ന് ഹെമ്മിങ് ചെയ്യണം. ഇപ്പോൾ കണ്ടോ, നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞപ്പോൾ നമ്മുടെ കുർത്തി ഈ സ്റ്റിച്ചൊക്കെ നല്ല വൃത്തിയായിട്ടിരിക്കുന്നുണ്ട്. അകത്ത് കൂടുതൽ തുണി ഇങ്ങനെ മടങ്ങി കിടന്നു കഴിഞ്ഞാൽ നീറ്റായിട്ടിരിക്കത്തില്ല. നോക്ക്, കണ്ടോ. ഇനി നമുക്ക് നമ്മുടെ കുർത്തിയുടെ അടിവശം ഫോൾഡ് ചെയ്ത് തയ്ച്ചെടുക്കാം. ഇതിപ്പോൾ ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഇവിടെ അടിച്ച ആ ഒരു വീതി ഉണ്ടല്ലോ, അതുപോലെ തന്നെ ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് ഒന്നുകൂടെ മടക്കിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ വെച്ച് നിങ്ങൾക്ക് ആദ്യം തയ്ക്കുന്നവരാണെങ്കിൽ ഇങ്ങനെ ആക്കിയിട്ട് പിൻ ചെയ്തിട്ട് അയൺ ചെയ്യുക. അയൺ ചെയ്തിട്ട് തയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് നീറ്റായിട്ട് തയ്ച്ചെടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് തയ്ച്ചെടുത്തിട്ട് വരാം. നമ്മുടെ കുർത്തിയുടെ മെഷീനിലുള്ള തയ്യലെല്ലാം കഴിഞ്ഞു. സ്ലിറ്റ് അടിച്ചു, അടിഭാഗം മടക്കി തയ്ച്ചു, എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ നെക്കിൻ്റെ ഹെമ്മിങ് ആണ്. അപ്പോൾ ഇതുകൂടെ ഒന്ന് ചെയ്തെടുത്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ അത് നമ്മുടെ കുർത്തി നെക്കിൻ്റെ ഹെമ്മിങ് എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട്. ഒരു ചുളിവും ഇല്ല, ഒന്നുമില്ല, എല്ലാം നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഏത് കുർത്തിയാണ് മെഷർമെൻറ്റായിട്ട് ഇതിനെടുത്തത് അതൊന്ന് ഇതിൻ്റെ പുറമെ വെച്ച് കാണിച്ചു തരാം. കണ്ടോ, എല്ലാം കൃത്യമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. കണ്ടോ, ഇതാ ഒരു പൊടി വ്യത്യാസം ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ അത്രയും ടൈറ്റ് ചെയ്തില്ല. അത് കോട്ടൺ ആയതുകൊണ്ട് അത് തുണിയൊന്ന് ചുരുങ്ങാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു 1/4 ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ടുണ്ട് 2 സൈഡും. അത്രയേ ഉള്ളൂ. ഇതാ 1/4 ഇഞ്ചിൻ്റെ ഒരു വ്യത്യാസമേ ഉള്ളൂ. അത് കോട്ടൺ തുണിയാകുമ്പോൾ നമ്മളൊരു 1/4 ഇഞ്ച് 1/2 ഇഞ്ചൊക്കെ എക്സ്ട്രാ ഇട്ട് കൊടുക്കണം. ഒരു പ്രാവശ്യം വാഷ് ചെയ്ത് കഴിഞ്ഞ് നോക്കിയിട്ട് പിന്നെ നമുക്ക് ലൂസും തോന്നിക്കഴിഞ്ഞാൽ അവിടെ ഒരടി കൂടെ കയറ്റി അങ്ങ് അടിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം ശരിക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലായല്ലോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു സ്റ്റിച്ചിങ്ങും അറിയാത്ത ആൾക്ക് പോലും സ്വന്തമായിട്ട് അവരവരുടെ കുർത്തി തയ്ച്ചെടുക്കുക എന്നുള്ളത്. ഇതുപോലെ നമ്മൾ സ്വന്തം തയ്ച്ച് വരുമ്പോൾ നമുക്ക് മറ്റുള്ളവർക്കും തയ്ച്ചു കൊടുക്കാനുള്ള ഒരു എക്സ്പീരിയൻസ് ആകും. ഇപ്പോൾ ആദ്യത്തെ കുർത്തി തയ്ക്കുമ്പോൾ നിങ്ങൾക്കൊരു ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടാകും. രണ്ടാമത്തെ കുർത്തി തയ്ക്കുമ്പോഴേക്കും അതെല്ലാം മാറി എല്ലാം അതിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് ശരിക്കും മനസ്സിലാകും. പിന്നെ നിങ്ങൾക്ക് ഇതിലെന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. ഇനി ഞാൻ ഇതുപോലെ വേറെ പല കുർത്തികളുടെയും സൽവാറിൻ്റെയും സ്ട്രെയിറ്റ് പാൻറ്റിൻ്റെയും അങ്ങനെ കുറച്ച് സ്റ്റിച്ചിങ് വീഡിയോ ഇടാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ലൈക്കും കമൻറ്റും ഒക്കെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിങ്ങളുടെ ആ ഒരു കമൻറ്റിൽ നിന്നാണ് നിങ്ങൾക്ക് ഇതിലെത്ര ഇൻട്രസ്റ്റ് ഉണ്ട്, ഇനി ഇതുപോലെയുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യണോ എന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നത്. അപ്പം നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്കിനി മുന്നോട്ട് പോകാനുള്ള ഒരു ഇൻസ്പിറേഷൻ. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബായ്.